നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ബജറ്റ് വിമാന കമ്പനിയായ എയർ ഇന്ത്യക്ക് പിന്നാലെ പുതിയ ബജറ്റ് വിമാന കമ്പനിയായ ആകാശ എയർ കുറഞ്ഞ നിരക്കിൽ ഗൾഫ് സെക്ടറുകളിലേക്ക് സർവീസുകൾ ആരംഭിക്കുകയാണ്. ഗൾഫ് സെക്ടറിൽ സർവീസിന് തുടക്കം കുറയ്ക്കുന്നതിനാൽ മറ്റ് വിമാന കമ്പനികളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിലായിരിക്കും യാത്ര. സൗദിയിലെ ജിദ്ദ, റിയാദ് എന്നീ നഗരങ്ങളിലേക്കും കുവൈറ്റ് സിറ്റി, ഖത്തറിലെ ദോഹ എന്നിവിടങ്ങളിലേക്കാണ് ആദ്യഘട്ട സർവീസ് വിമാന കമ്പനി നടത്തുക. വൈകാതെ UAE അടക്കമുള്ള ഇതര ഗൾഫ് രാജ്യങ്ങളിലേക്കും സർവീസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പതിയെ രണ്ടാം ഘട്ടമായി ബംഗ്ലാദേശ്, അതുപോലെ ശ്രീലങ്ക, നേപ്പാൾ, മാലിദ്വീപ് എന്നീ രാജ്യങ്ങളിലേക്കും സർവീസ് വ്യാപിപ്പിക്കും. ആകാശ എയർ CEO വിനയ് ദുബെയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. മറ്റ് വിമാന കമ്പനികളിൽ വിമാന ടിക്കറ്റ് 3 ഇരട്ടിയോളം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ ബജറ്റ് വിമാന സർവീസ് പ്രവാസികൾക്ക് ആശ്വാസകരമാവും. കുവൈറ്റ്, സൗദി, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ സർക്കാരുകളുടെ അംഗീകാരത്തിനായി ചർച്ചകൾ നടത്തി വരികയാണെന്ന് ആകാശ എയർ CEO വിനയ് ദുബെ പറഞ്ഞു. ഇത് പരമാവധി 4 മാസത്തിനകം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2024 മാർച്ച് അവസാനത്തോടെയായിരിക്കും രാജ്യാന്തര സർവീസുകൾ ആരംഭിക്കുകയെന്ന് CNBC TV 18 ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എയർലൈൻസിന്റെ നിലവിൽ 20 വിമാനങ്ങൾ 16 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പറക്കുന്നുണ്ട്. കൂടാതെ 56 വിമാനങ്ങൾക്കുള്ള ഓർഡറും നൽകിയിട്ടുണ്ട്. വിദേശ സർവീസുകൾ നടത്തുന്നതിന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് കമ്പനിക്ക് അനുമതി ലഭിച്ചിരുന്നു. SNV ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബ്രാൻഡായ ആകാശ എയർ മുംബൈ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. വിനയ് ദുബെയും ആദിത്യ ഘോഷും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. നിക്ഷേപകനായ രാകേഷ് ജുൻജുൻവാലയ്ക്ക് എയർലൈനിൽ 46% ഓഹരിയുണ്ട്. ആദ്യത്തെ ബോയിങ് 737 മാക്സ് 8 വിമാനം ലഭിച്ചതിനു ശേഷം 2022 ഓഗസ്റ്റ് 7 മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ആദ്യ വിമാന സർവീസുമായി എയർലൈൻ വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചു. 5 വർഷത്തിനുള്ളിൽ ഏകദേശം 72 വിമാനങ്ങളുടെ ഫ്ലീറ്റ് സൈസ് ഉണ്ടാക്കുക എന്നതാണ് ആകാശയുടെ ലക്ഷ്യമെന്ന് വിനയ് ദുബെ പറഞ്ഞു. തുടക്കത്തിൽ മെട്രോ നഗരങ്ങളിൽ നിന്ന് ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്കും ഇന്ത്യയിലുടനീളമുള്ള പ്രധാന നഗരങ്ങളിലേക്കുമാണ് വിമാന സർവീസുകൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ ആകാശ എയർ തങ്ങളുടെ പൈലറ്റുമാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 150-ലധികം പൈലറ്റുമാരെ ടീമിൽ ഉൾപ്പെടുത്തിയതോടെ ആകെ എണ്ണം 500-ലധികമായി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പൈലറ്റുമാർ രാജിവെച്ച് മറ്റ് എയർലൈനുകളിൽ ചേർന്നതോടെ ആകാശ പ്രതിസന്ധിയിലായിരുന്നു. പൈലറ്റുമാർക്കെതിരെ ആകാശ കേസ് ഫയൽ ചെയ്തതോടെ അതിനുശേഷം പൈലറ്റുമാരുടെ രാജികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും വിനയ് ദുബെ പറഞ്ഞു. 2027 പകുതിയോടെ 76 വിമാനങ്ങളുമായി സർവീസ് വിപുലീകരിക്കാനാണ് ആകാശയുടെ പദ്ധതി. കൂടുതലായി വിമാനങ്ങൾ എത്തിക്കുന്നതിന് പുതിയ ഓർഡർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജനുവരിയിൽ പ്രഖ്യാപനം ഉണ്ടായേക്കും. നിലവിലുള്ള വിമാനങ്ങളുടെ എണ്ണം 22-ൽ നിന്ന് മാർച്ചോടെ 25 ആക്കാനും അടുത്ത സാമ്പത്തിക വർഷാവസാനത്തോടെ വിമാനങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കാനുമാണ് ആകാശ എയർ ലക്ഷ്യമിടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.